ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഷൻസിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഇൻഫോർമേഷൻ പാസിംഗ് ബിറ്റ്വീൻ പേജസിലെ 2 മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് വീഡിയോയിൽ ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡിനെയും സെക്കൻഡ് വീഡിയോയിലൂടെ കുക്കീസിനെയും എക്സ്പ്ലെയിൻ ചെയ്തു. തേർഡ് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെഷനും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേജുകൾക്കിടയിൽ ഒരു വെബ്സൈറ്റിലെ വെബ് പേജുകൾക്കിടയിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിനും സെർവറിനും ഇടയിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സെഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് സെഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ കുക്കിയും സെഷനൊക്കെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടും കൺസെപ്റ്റ് ക്ലിയർ ആവും. സോ നമുക്ക് ആദ്യം സെഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ വേ ടു സ്റ്റോർ ഇൻഫോർമേഷൻ ടു ബി യൂസ്ഡ് അക്രോസ് മൾട്ടിപ്പിൾ പേജസ്. എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ് സെഷൻ ഉപയോഗിക്കുന്നത്? കുക്കിയെ പോലെ തന്നെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിപ്പിൾ പേജുകൾക്ക് ഇടയിലുള്ള പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഷൻസ് യൂസ് ചെയ്യുന്നത്. കുക്കിയും അതുപോലെ തന്നെയായിരുന്നു. ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തന്നെയായിരുന്നു കുക്കിയും. ബട്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, unlike a cookie, the information is not stored on the user's computer. ഇൻഫോർമേഷൻസ് കുക്കിയിൽ എവിടെയായിരുന്നു സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്? യൂസറിൻ്റെ കമ്പ്യൂട്ടറിലായിരുന്നു ഇൻഫോർമേഷൻസ് കുക്കി ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രൗസറിൽ. സോ അത് എന്ത് ചെയ്യുന്നു, വീണ്ടും അതേ യൂസർ വരുന്ന സമയത്ത് ആ ഒരു ഇൻഫോർമേഷൻ എടുത്തിട്ട് ആ ഒരു യൂസറിനെ ഐഡൻറ്റിഫൈ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കുക്കിയിൽ. സോ പക്ഷേ അതേപോലെയല്ല സെഷനിൽ എന്താണ് പറയുന്നത്? യൂസറിൻ്റെ കമ്പ്യൂട്ടറിലല്ല ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. An alternative way to make data accessible across the various pages of an entire website is to use a PHP sessions. നമ്മൾ പറഞ്ഞു, ഒരു entire വെബ്സൈറ്റിൽ ഉള്ള വെബ് പേജുകൾക്ക് ഇടയിലുള്ള ഡാറ്റ ആക്സസിബിലിറ്റി അതിന് വേണ്ടിയിട്ട് ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത് PHP സെഷൻസ് ആണ്. ഡാറ്റ ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ PHP സെഷൻ എന്ന് പറയുന്നത്. എ സെഷൻ ക്രിയേറ്റ്സ് എ ഫയൽ ഇൻ എ ടെമ്പററി ഡയറക്ടറി ഓൺ ദ സെർവർ വേർ രജിസ്റ്റേർഡ് സെഷൻ വേരിയബിൾസ് ആൻഡ് ദെയർ വാല്യൂസ് ആർ സ്റ്റോർഡ്. എന്താ പറയുന്നത്? സെഷൻ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ടെമ്പററി ഡയറക്ടറിയിൽ ഒരു ഫയൽ അഥവാ സെർവറിൽ, ക്ലയൻറ്റിൻ്റെ സൈഡിലല്ല, ക്ലയൻറ്റ് മീൻസ് നമ്മളുടെ യൂസറിൻ്റെ കമ്പ്യൂട്ടറിലല്ല കുക്കി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ യൂസറിൻ്റെ കമ്പ്യൂട്ടറിലല്ല ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പകരം സെർവറിലുള്ള ഒരു ടെമ്പററി ഡയറക്ടറിയിൽ എന്ത് ചെയ്യുന്നു ആണ് സെഷൻ എന്ത് ചെയ്യുന്നത്? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സെഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സെർവറിലെ ഒരു ടെമ്പററി ഡയറക്ടറിയിലാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫയലിലായിരിക്കും രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെഷൻ വേരിയബിൾസിനെയും അതിൻ്റെ ആ സെഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ സെഷൻ വേരിയബിൾസ് ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ആ സെഷൻ വേരിയബിൾസ് രജിസ്റ്റർ ചെയ്യുകയും അതേപോലെ തന്നെ ആ സെഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ ആ വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് എവിടെയാണ്? ഈ സെർവറിലുള്ള ടെമ്പററി ഡയറക്ടറിയിലെ ആ ഒരു ഫയലിലായിരിക്കും, സെഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫയലിൽ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ബൈ ഡിഫോൾട്ട് സെഷൻ വേരിയബിൾ ലാസ്റ്റ് അണ്ടിൽ ദ യൂസർ ക്ലോസസ് ദ ബ്രൗസർ. എപ്പോഴാണ് സെഷൻ വേരിയബിൾ എക്സ്പയർ ആവുക എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ. നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ഒരു ബ്രൗസർ അല്ലെങ്കിൽ ആ സൈറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് പോകുന്നത്, ആ ഒരു സമയത്തായിരിക്കും സെഷൻ വേരിയബിൾ എൻഡ് ചെയ്യുന്നത്, ലാസ്റ്റ് ചെയ്യുന്നത്. സോ ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ് സെഷൻ വേരിയബിൾ എൻഡ് ചെയ്യുന്നത്. ഇഫ് യു നീഡ് എ പെർമനൻറ്റ് സ്റ്റോറേജ് യു മേ വാണ്ട് ടു സ്റ്റോർ ദ ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്. നമ്മൾ പറഞ്ഞു ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നതാണ്. സെഷനും കുക്കിയൊക്കെ എന്താണ്, ടെമ്പററി ആയിട്ടാണ് ആ ഒരു ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്നത്. നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഈ ഒരു പേജുകൾക്കിടയിലുള്ള നമ്മൾ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് ടെമ്പററി ആയിട്ട് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാബേസിലൊക്കെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് ഡാറ്റ വിൽ ബി അവൈലബിൾ ടു ആൾ പേജസ് ഓൺ ദി സൈറ്റ് ഡ്യൂറിങ് ദാറ്റ് വിസിറ്റ്. നമ്മൾ പറഞ്ഞു, വെബ് പേജിലെ വെബ്സൈറ്റുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ
സെഷനും കുക്കിയൊക്കെ വഴി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും എല്ലാ പേജുകളിലും ആ ഒരു പേജ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സെഷൻ വേരിയബിൾസ് ഹോൾഡ് ഇൻഫർമേഷൻ അബൌട്ട് വൺ സിംഗിൾ യൂസർ ആൻഡ് ആർ അവൈലബിൾ ടു ആൾ പേജസ് ഇൻ വൺ ആപ്ലിക്കേഷൻ. സെഷൻ വേരിയബിൾസ് എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? ഒരു സിംഗിൾ യൂസറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഹോൾഡ് ചെയ്തുകൊണ്ട് എല്ലാ പേജുകളിലും ഒരു ആപ്ലിക്കേഷനിൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ കുറേ വെബ് പേജുകളുണ്ട്. നമുക്കറിയാം, നമ്മളൊരു വെബ് പേജിൻ്റെ ഫസ്റ്റ് പേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുന്നു. ദെൻ അടുത്തൊരു പേജിലോട്ട് പോകുന്നു. ആ പേജിൽ നിന്ന് നമ്മൾ വീണ്ടും വേറൊരു പേജിലോട്ട് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും ഒരു പേജിലോട്ട് പോകുന്നു. സോ ഇങ്ങനെ ഓരോ പേജിലോട്ട് പോകുന്നതിനനുസരിച്ചും നിങ്ങളാണ് ആ യൂസർ എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫസ്റ്റ് പേജിൽ എൻ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം പാസ്വേഡും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ വെബ് പേജ് ഈ ഒരു ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, സെഷൻ വേരിയബിൾ ഹോൾഡ് ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞത്. സോ ആ ഒരു ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സെഷൻ വേരിയബിൾസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ യൂസറിൻ്റെ ഇൻഫർമേഷൻ ആണ് എന്നുള്ളതും കൂടി അവിടെ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഒരു സെഷന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സെഷന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സെഷൻ _ സ്റ്റാർട്ട് ഫംഗ്ഷൻ ആണുള്ളത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സെഷനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെഷൻ വേരിയബിൾസ് ആർ സെറ്റ് വിത്ത് PHP ഗ്ലോബൽ വേരിയബിൾ $_ സെഷൻ. നമ്മൾ സെഷൻ വേരിയബിൾസിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ PHP ഗ്ലോബൽ വേരിയബിൾ ആയിട്ടുള്ള $_ സെഷൻ വെച്ചിട്ടാണ്. നിങ്ങൾ കുക്കിയുടെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കുക്കിയിലെ PHP ഗ്ലോബൽ വേരിയബിൾ ഏതായിരുന്നു, ഏത് PHP ഗ്ലോബൽ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് കുക്കിയിലെ വേരിയബിൾസിനൊക്കെ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? $_ കുക്കി ആയിരുന്നു. അതേപോലെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു അല്ലേ. സോ അതേപോലെ PHP ഗ്ലോബൽ വേരിയബിൾ റിലേറ്റഡ് ടു സെഷൻ വേരിയബിൾ എന്ന് പറയുന്നത് ഏതാണ്? $_ സെഷൻ ആണ്. സോ $_ സെഷൻ വെച്ചിട്ടാണ് നമ്മൾ സെഷൻ വേരിയബിൾസിനെ സെറ്റ് ചെയ്യുന്നത്. സോ ദ സെഷൻ _ സ്റ്റാർട്ട് ഫംഗ്ഷൻ മസ്റ്റ് ബി ദ വെരി ഫസ്റ്റ് തിങ് ഇൻ യുവർ ഡോക്യുമെൻറ്റ്. സോ നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്തായിരിക്കും? ദ സെഷൻ _ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ദിസ് ഫംഗ്ഷൻ ഫസ്റ്റ് ചെക്സ് ഇഫ് എ സെഷൻ ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആൻഡ് ഇഫ് നൺ ഈസ് സ്റ്റാർട്ടഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് വൺസ്. ഈ ഒരു ഫംഗ്ഷൻ ഫസ്റ്റ് എന്താ ചെയ്യുക, സെഷൻ _ സ്റ്റാർട്ട് എന്നുള്ള ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ആദ്യം തന്നെ ചെക്ക് ചെയ്യുക ഇപ്പോൾ ഏതെങ്കിലും സെഷൻ ഓൾറെഡി അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ അത് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യും, ഈ ഒരു സെഷന് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് സെഷൻ _ സ്റ്റാർട്ട് ആദ്യം ചെയ്യുന്ന കാര്യം. ടു ചേഞ്ച് എ സെഷൻ വേരിയബിൾ, ഇനിയിപ്പോൾ അതിന് സെഷൻ വേരിയബിളിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, $_ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള PHP ഗ്ലോബൽ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഓവർ റൈറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്കത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു PHP കോഡ് കൊടുത്തിട്ടുണ്ട്, അതിലാണ് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഒരു HTML കോഡ് ഉണ്ട്. ആ ഒരു HTML കോഡിൻ്റെ ഉള്ളിൽ ഒരു PHP കോഡ് ഉണ്ട്. സെഷൻ്റെ വേരിയബിൾസിനെ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന ഒരു കോഡാണിത്. $_ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള PHP സെഷൻ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേവ് കളർ എന്ന് പറയുന്ന സെഷൻ വേരിയബിളിലോട്ട് ഗ്രീൻ എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ $_ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള PHP ഗ്ലോബൽ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ഫേവ് അനിമൽ എന്ന് പറയുന്ന സെഷൻ വേരിയബിളിലോട്ട് കാറ്റ് എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് സെഷൻ വേരിയബിൾസ് ആ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജും നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. സോ ഇതാണ് എങ്ങനെയാണ് സെഷൻ വേരിയബിൾസ് സെറ്റ് ചെയ്യാമെന്നും എങ്ങനെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെയും ഒരു എക്സാമ്പിളാണ് ഈ ഒരു പ്രോഗ്രാം. ദെൻ നമ്മൾ സെഷൻ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും വേണം. കാരണം ഇതിനെ ഡിലീറ്റ് ചെയ്യണം. സോ അതെങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത്, ഒരു സെഷൻ എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ടു റിമൂവ് ആൾ ഗ്ലോബൽ സെഷൻ വേരിയബിൾ ആൻഡ് ഡിസ്ട്രോയ് ദ സെഷൻ യൂസ് സെഷൻ _ അൺസെറ്റ് ആൻഡ് സെഷൻ _ ഡിസ്ട്രോയ്. രണ്ട് ഫംഗ്ഷൻസ് ആണ് മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. സെഷൻ _ അൺസെറ്റും സെഷൻ _ ഡിസ്ട്രോയുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ഡിസ്ട്രോയ് എ സിംഗിൾ സെഷൻ വേരിയബിൾ ദെൻ യു ക്യാൻ യൂസ് അൺസെറ്റ്. നമുക്കിപ്പോൾ ഒരു സിംഗിൾ സെഷൻ വേരിയബിൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഡിസ്ട്രോയ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അൺസെറ്റ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അൺസെറ്റ് എ സെഷൻ വേരിയബിൾ ആണ് നമ്മൾ കൊടുക്കുക. ഈ സെഷൻ _ ഡിസ്ട്രോയ് ഫംഗ്ഷനാണ് നമ്മൾ
യൂസ് ചെയ്യുന്നതെങ്കിൽ ഡസ് നോട്ട് നീഡ് എനി ആർഗ്യുമെൻറ്റ് ആൻഡ് എ സിംഗിൾ കോൾ ക്യാൻ ഡിസ്ട്രോയ് ആൾ ദി സെഷൻ വേരിയബിൾസ്. അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ സെഷൻ വേരിയബിൾസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മാത്രം കൊടുത്താൽ മതി, session_destroy എന്ന് മാത്രം കൊടുത്താൽ മതി. അതിനൊരു പാരാമീറ്റേഴ്സോ ഒന്നും അതിലോട്ട് ആർഗ്യുമെൻറ്റ്സ് ഒന്നും അതിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഇല്ല എന്നുള്ളതാണ്. The length of the session is determined by the session timeout setting in the php.ini file. The default is 24 minutes 1440 seconds. സോ എന്താ പറയുന്നത്, ഈ സെഷൻ്റെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെഷൻ php.ini എന്ന് പറയുന്ന ഫയലിലുള്ള സെഷൻ ടൈം ഔട്ട് സെറ്റിങ്സ് ആണ് ഈ ഒരു ഏതൊരു സെഷൻ്റെയും ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡിഫാൾട്ട് ടൈം, ആ സെഷൻ എപ്പോഴാണ് ഡിഫാൾട്ടായിട്ട് ഡിസ്ട്രോയ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ ഒരു സമയം, ഓട്ടോമാറ്റിക്കലി ആ ഒരു സെഷൻ എൻഡ് ചെയ്യേണ്ട സമയം, അത് ഡിഫാൾട്ടായിട്ട് എത്രയാണ്, 24 minutes ആണ്. അഥവാ 1440 seconds ആണ് ഒരു സെഷൻ്റെ വേരിയബിൾ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ ദെൻ അതിൻ്റെ നമുക്ക് സെഷൻ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിഫാൾട്ടായിട്ട് പോകുന്നതിന് പകരം നമുക്ക് സെഷനെ ഡിസ്ട്രോയ് ചെയ്യാം, അല്ലെങ്കിൽ സെഷൻ വേരിയബിൾസിനെ അൺസെറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സെഷൻ അൺസെറ്റും സെഷൻ ഡിസ്ട്രോയ്. സോ അൺസെറ്റ് ചെയ്യുന്നത് അത് കണ്ടോ നിങ്ങൾ, അൺസെറ്റിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ അൺസെറ്റ് ഓഫ് $_session of count, അഥവാ ഏത് സെഷൻ വേരിയബിളിനെയാണ് നമ്മൾ പറഞ്ഞു അൺസെറ്റ് നമ്മൾ ഉപയോഗിക്കുക, ഒരു പർട്ടിക്കുലർ സെഷൻ വേരിയബിളിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺസെറ്റ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു, എൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ കൗണ്ടർ എന്ന് പറയുന്ന സെഷൻ വേരിയബിളിനെ ഡിസ്ട്രോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺസെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചത്. ഇതിലെന്തുണ്ട്, ആർഗ്യുമെൻറ്റ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. എന്താ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്ന അൺസെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് ആ ഒരു സെഷൻ വേരിയബിളിൻ്റെ പേരാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ഡിസ്ട്രോയ് നോക്കൂ, ഡിസ്ട്രോയിൽ നമ്മൾ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, session_destroy എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സിംപിളി കോൾ ചെയ്താൽ മതി, അതിലോട്ടൊരു ആർഗ്യുമെൻറ്റും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ session_destroy എന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെഷൻ വേരിയബിൾസും എന്താവും, ഡിസ്ട്രോയ് ആയി പോകും. സോ അതാണ് ഈ രണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ സെഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സെഷൻ എന്താണെന്നും സെഷൻ്റെ കുക്കിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും അതേപോലെ തന്നെ എന്താണ് പിന്നെ സെഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതും സെഷൻ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാമെന്നുള്ളതും ഡിസ്കസ് ചെയ്തു. നിങ്ങൾ സെഷനും കുക്കിയും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും കൂടുതൽ സെക്യൂർ, സെഷൻ ആയിരിക്കും കൂടുതൽ സെക്യൂർ കമ്പയർഡ് ടു കുക്കി എന്ന് പറയുന്നത്. കാരണം കുക്കിയിൽ നമുക്കറിയാം ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സമയത്തും ഓരോ റിക്വസ്റ്റ് വരുന്ന സമയത്തും ഇൻഫോർമേഷൻസ് നമ്മൾ URL വഴി പാസ് ചെയ്യിക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അതെന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി അത്രയ്ക്ക് സെക്യൂർ അല്ല. ബട്ട് എന്താണ്, അതേപോലെ തന്നെ സെഷൻ കുക്കിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് യൂസറിൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെയാണ് ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു ബ്രൗസറിലോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് മീൻസ് ആ ഒരു ടെക്സ്റ്റ് ഫയൽ അഥവാ കുക്കി ഫയൽ നമ്മൾ ബ്രൗസറിലോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹാക്കേഴ്സിനൊക്കെ അത് എന്ത് ചെയ്യാൻ മതി, ആ ഒരു ഫയലിലോട്ട് ഫയലിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് എംബഡ് ചെയ്തിട്ട് അയച്ചിട്ട് നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ കുക്കി എന്താണ് അത്രയ്ക്ക് സെക്യൂർ അല്ല. പക്ഷേ സെഷൻ എന്താണ് അതിനെക്കാട്ടിലും സെക്യൂർ ആയിട്ടുള്ള കാരണം ഇത് ക്ലയൻറ്റിൽ സിസ്റ്റത്തിലല്ല ഈ ഒരു സെഷൻ ഫയൽ വർക്ക് ചെയ്യുന്നത്, പകരം സെർവറിൽ ഒരു ടെമ്പററി ആയിട്ടാണ് നമ്മൾ സെഷന് ക്രിയേറ്റ് ചെയ്യുന്നത്. സെഷൻ അങ്ങനെ ഒരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.